വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിൽ ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് ആൻഡ് വെർബ്, ദാറ്റ് ഇസ് ദ കോർ ഓഫ് എ സെന്റൻസ്. ഒരു സെന്റൻസിന്റെ വളരെ പ്രധാനപ്പെട്ട നെസസറി പാർട്ട് എന്ന് വെച്ചാൽ എന്താ? സബ്ജക്റ്റ് ആൻഡ് വെർബ്. പാറ്റേണുകളിൽ എങ്ങനെയാ? SVO, SVC, SV, IO, DO അങ്ങനെയൊക്കെയാണ് പാറ്റേണുകൾ, സെന്റൻസ് പാറ്റേണുകൾ. അതിൽ നിന്നേ മനസ്സിലാവാം. ഫസ്റ്റ് എന്താ? സബ്ജക്റ്റ്, ദെൻ വെർബ്. നോക്കാം. അപ്പൊ ഇവിടെ ഈ 3 സെന്റൻസ് തന്നെ ഉള്ളൂ. The cakes taste good. ഇതൊരു സെന്റൻസ്. സാധാരണ എല്ലാവർക്കും സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അറിയാമെന്ന് പറയും. കാരണം എന്താ? സബ്ജക്റ്റ് എപ്പോഴും ബിഫോർ വെർബ് ഉണ്ടാവും. ഫസ്റ്റ് ആണ്, ഒരു സെന്റൻസിന്റെ ഫസ്റ്റ് പാർട്ടിലാണ് എപ്പോഴും എന്ത് വരിക? സബ്ജക്റ്റ്. അതുകൊണ്ട് ഈസിയാണ് അവർക്ക്. The cakes tastes good. ഇവിടെ കേക്ക്സ് പ്ലൂറൽ ആയതുകൊണ്ടാണ് എസ് ഇല്ലാത്തത്. ദ കേക്ക് എന്ന് പറയുമ്പോൾ ടേസ്റ്റ് എന്ന് വരും. അതൊക്കെ അത് നമ്മളിപ്പോ ഇതാണ് നമ്മൾ അറിയുന്നത്. വി ആർ ഗോയിങ് ടു ലേൺ ദിസ് വൺ എന്നുള്ളതുകൊണ്ട് അതൊന്നും നമ്മളിപ്പോ പറയുന്നില്ല. ദ കേക്ക്സ് ടേസ്റ്റ് ഗുഡ് എന്നുള്ളതിലത്തെ സബ്ജക്റ്റ് ഏതാ? ഈസി ആയിട്ട് പറയും. എന്താണ്? ദ കേക്ക്. ശരിക്കും എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാല്, ഈ സെന്റൻസ് എന്തിനെ കുറിച്ച് പറയുന്നു, ആരെ കുറിച്ച് പറയുന്നു? ഹൂ ഓർ വാട്ട് the sentence is about. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചോദിക്കേണ്ടത് ഒരു സെന്റൻസ് കിട്ടിയാൽ. ഹൂ ഓർ വാട്ട് the sentence is about. ഈ സെന്റൻസ് ആരെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? എന്തിനെ കുറിച്ചാണ് ഈ സെന്റൻസ്, അല്ലെങ്കിൽ ആരെ കുറിച്ചാണ്? സ്റ്റെല്ല ഈസ് എ ഡോക്ടർ. ഇതൊരാളാണ്. ഇവിടെ ഹൂ എന്നാ വരിക. the sentence is about സ്റ്റെല്ല. എന്നാൽ ഇവിടെ ഹൂ അല്ല, കേക്കിനെ കുറിച്ചാ പറയുന്നത്. അപ്പൊ വാട്ട് ദ സെന്റൻസ് ഈസ് about കേക്ക്. ഇവിടെയും ഹൂ ആണ് വരേണ്ടത്. ടോം ഒരു പേഴ്സൺ ആണ്. അപ്പൊ ഇവിടെ ഹൂ ഓർ വാട്ട് ദ സെന്റൻസ് ഈസ് about എന്നുള്ളതിൽ ഈ സെന്റൻസ് എന്തിനെ കുറിച്ച് പറയുന്നു? ദ കേക്ക് ടേസ്റ്റ് ഗുഡ്. എന്തിനെ കുറിച്ച് ആ സെന്റൻസ് പറയുന്നത്? കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടെന്നല്ല പറയണത്. അപ്പൊ അത് കേക്കിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് ദിസ് ഈസ് ദ സബ്ജക്റ്റ്. ഓർമ്മിക്കുക. ഇവിടെയും ഹൂ ഓർ വാട്ട് ദ സെന്റൻസ് ഈസ് about. ഈ സെന്റൻസ് എന്തിനെ കുറിച്ച് പറയുന്നു? ഹൂ ആണ് ഇവിടെ വരിക. ടോം. ആരെ കുറിച്ചാ പറയണ ഈ സെന്റൻസ്? വാട്ട് എന്നുള്ള പറ്റില്ല. കാരണം ഇവിടെ ടോം എന്നുള്ള വ്യക്തിയെ കുറിച്ച് പറയുന്നത് കൊണ്ട് ഹൂ. ദ സെന്റൻസ് ഈസ് about ടോം. എന്താ സെന്റൻസിലൂടെ പറയുന്നത്? ഫ്രണ്ട്സിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുകയാണ് ടോം. വാട്ട് എവർ, ടെന്നീസ്, ക്രിക്കറ്റ് ഓർ ഡാൻസ്, വാട്ട് എവർ, ബട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ് ഫ്രണ്ട്സിന്റെ കൂടെ എന്ന് പറയുന്നു. അപ്പൊ ഇത് എന്തിനെ കുറിച്ചാ? ടോമിനെ കുറിച്ച്. ആരെ കുറിച്ച്, എന്തിനെ കുറിച്ചാന്ന് പറയാൻ പറ്റില്ല. ആരെ കുറിച്ച് ഈ സെന്റൻസ്? ടോം. ഇനി അടുത്തതും അതേപോലെ തന്നെ. ഹൂ ഓർ വാട്ട് ദ സെന്റൻസ് ഈസ് about സ്റ്റെല്ല. സ്റ്റെല്ല ഈസ് എ ഡോക്ടർ. സ്റ്റെല്ല ഒരു ഡോക്ടർ ആകുന്നു. ഈ സെന്റൻസ് എന്തിനെ കുറിച്ചാ? സ്റ്റെല്ലേനെ കുറിച്ച്. അപ്പൊ അവളാണത്. അത് ഷീ, ബട്ട് ഇറ്റ്സ് സബ്ജക്റ്റ് ഹൂ എന്നാണ് വരിക. ഇതാവുമ്പോ വാട്ട് എന്ന് വരും. കേക്കിനെ പോയി ഹൂ എന്നൊന്നും പറയാൻ പറ്റില്ല. അവന് അവളെന്നൊന്നും പറയാൻ പറ്റില്ല. അതൊരു സാധനം, ഒരു തിങ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വാട്ട് ദ സെന്റൻസ് ഈസ് about കേക്ക്, ദി സെന്റൻസ് ഈസ് about ടോം, ദി സെന്റൻസ് ഈസ് about സ്റ്റെല്ല. അത്രയേ ഉള്ളൂ. ഇനി അടുത്ത പാർട്ട് എന്താ? വെർബ്. സബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്താകുന്നു എന്നുള്ളതാണ്. വാട്ട് ദ സബ്ജക്റ്റ് ഡസ് ഓർ വാട്ട് ഈസ് ദ സബ്ജക്റ്റ് എന്നത് വ്യക്തമാക്കി തരുന്നതാണ് വെർബ്. ആക്ഷൻ ആയിരിക്കും. ചിലപ്പോ എന്താ ചെയ്യുന്നത്? കേക്കിനെ കുറിച്ച് എന്താ പറയണത്? ഇറ്റ് ടേസ്റ്റ്. അതിന്റെ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആ പറയണത്. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇവിടെ ഇതാണ് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വരുന്ന, ഇതാണ് വെർബ്. വാട്ട് ടോം ഈസ് ഡൂയിങ്, വാട്ട് ഹി ഡസ്, വാട്ട് ഈസ് ഡൂയിങ്, പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പൊ പ്രാക്ടീസസ് എന്നുള്ളതാണ് വെർബ്. സ്റ്റെല്ലിനെ കുറിച്ച് സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആ പറയുന്നത്. സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആവാം, ആക്ഷൻ വേർഡ്സ് ആവാം. വെർബുകൾക്ക് അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതയുണ്ട്. വാട്ട് ഇറ്റ് ഡസ്, വാട്ട് ദി സബ്ജക്റ്റ് ഈസ് ഡൂയിങ്. വാട്ട് ഡൂയിങ് എന്ന് പറയാൻ പറ്റില്ല. ഷീ ഈസ് എ ഡോക്ടർ. അപ്പൊ ഇത് സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആയതുകൊണ്ട് ഇതാണ് വെർബ്. ഇവിടെ നമുക്ക് പറയാം ടോം എന്താ ചെയ്യുന്നത്? പ്രാക്ടീസ്. വാട്ട് ഹി ഈസ് ഡൂയിങ്, ഹി ഈസ് പ്രാക്ടീസിങ്. ഇതാണ് വെർബ്. അത്രയേ ഉള്ളൂ.